നബി വാക്യം. കച്ചവട ഇടപാടിൽ വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിൽ പിരിയുന്നതിന് മുമ്പായി അത് കൊള്ളാനും തള്ളാനുമുള്ള അവകാശമുണ്ട്. കച്ചവടച്ചരക്കിനെ കുറിച്ച് സത്യം പറയുകയും ന്യൂനതകൾ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കതിൽ ദൈവിക അനുഗ്രഹം ഉണ്ടാകും. മറിച്ച് ന്യൂനതകൾ മറച്ചു വെച്ച് കളവ് പറയുകയാണെങ്കിൽ കച്ചവടത്തിലെ അനുഗ്രഹം അവർക്ക് തടയപ്പെടുന്നതാണ്. വിൽപ്പന, വാങ്ങൽ, മറ്റ് ഇടപാടുകൾ എന്നിവയിലൊക്കെ സത്യസന്ധത കൈക്കൊള്ളൽ അനിവാര്യമാണ്. ഒരിക്കൽ പ്രവാചകൻ നബി തിരുമേനി മദീനയിലെ മാർക്കറ്റിൽ ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ കച്ചവടക്കാരെ, തീർച്ചയായും സത്യസന്ധതയും ധാർമ്മികതയും പുലർത്താത്ത കച്ചവടക്കാർ അധർമ്മകാരികളായിട്ടായിരിക്കും അന്ത്യനാളിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുക. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ചില വ്യാപാരികളുണ്ട്. അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ 83-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്: അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവർക്ക് മഹാനാശം. ജനങ്ങളിൽ നിന്നവർ അളന്നെടുക്കുമ്പോൾ പൂർത്തീകരിച്ച് വാങ്ങുകയും അവർക്ക് അളന്നു തൂക്കി വിൽക്കുമ്പോൾ അതിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നു. ആ മഹാദിനത്തിൽ അഥവാ പരലോകത്ത് ഇവരൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും വിചാരണ നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ലേ? ഒരിക്കൽ നബി തിരുമേനി അങ്ങാടിയിൽ ചെന്നിട്ട് ഒരു ധാന്യ കച്ചവടക്കാരൻ്റെ ചാക്കിൽ കൈകടത്തി നോക്കിയപ്പോൾ നനവ് അനുഭവപ്പെട്ടു. നബി അയാളോട് ചോദിച്ചു, ഇതെന്താണ് നനഞ്ഞിരിക്കുന്നത്? അത് പറഞ്ഞത് മഴ പെയ്തിട്ട് നനഞ്ഞതാണ്. അപ്പം നബി അയാളോട് പറഞ്ഞു, ചരക്കുകളിലെ ന്യൂനതകൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം പ്രദർശിപ്പിക്കണം.